അശ്വതി വിശ്വനാഥനുണ്ട് എനിക്കിപ്പം. അശ്വതി, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ സംസ്ഥാനത്ത് പല ഭാഗങ്ങളിലും രാവിലെയൊക്കെ മഴയുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ മുഴുവൻ ഒരു കാലാവസ്ഥ എങ്ങനെയൊക്കെയാണ്? സേതു, ഗുഡ് മോർണിംഗ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്കൈ വാച്ചിലേക്ക് സ്വാഗതം. സേതു പറഞ്ഞ പോലെ ഇന്ന് രാവിലെ ഇവിടെ ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ലേശം ശമനമുണ്ടെന്ന് തന്നെ പറയാം. അപ്പോൾ ഇതാ വീണ്ടും ഒരു സൺഡേ ആണല്ലേ, എഴുന്നേൽക്കാൻ മടിയുള്ളൊക്കെ ഒരു ദിവസമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് കുറച്ച് മഴയൊക്കെ കുറഞ്ഞ അല്ലെങ്കിൽ മഴയൊന്നും ഇല്ലാത്തൊരു സൺഡേ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ തീർച്ചയായും സൺഡേ ഇന്ന് ഒരുപാട് പ്ലാനിങ് ഒക്കെ ഉള്ളൊരു ദിവസമായിരിക്കും അല്ലേ. അപ്പോൾ ഈ പ്ലാനിങ്ങിലേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്ക് ഇന്നത്തെ കാലാവസ്ഥ എന്താണെന്ന് പതിയെ പോലെ ഒന്ന് പരിശോധിക്കാം. ഇന്ന് കേരളത്തിൻ്റെ മാപ്പ് നോക്കുമ്പോൾ സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കുള്ള ശമനമുണ്ട്, അല്ലെങ്കിൽ ശക്തമായ മഴയ്ക്ക് ശമനമുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥ വകുപ്പ് അറിയിക്കുന്നുണ്ട്. അതേസമയം അടുത്ത 5 ദിവസത്തെ മഴ സാധ്യത പ്രവചനത്തിൽ കാലാവസ്ഥ വകുപ്പ് വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് കേരളത്തിലെ 14 ജില്ലകളിലും മഴ സാധ്യത നിലനിൽക്കുന്നതായി കാലാവസ്ഥ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് സംസ്ഥാനത്ത് ഇന്നത്തെ മഴയുടെ ഒക്കെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അടുത്തതായി ഇന്ന് പ്രധാനപ്പെട്ട എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് കാലാവസ്ഥ വകുപ്പ് നൽകിയിട്ടുള്ളത് എന്നാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത്. മത്സ്യത്തൊഴിലാളികൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശമാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പോൾ പതിവ് പോലെ തന്നെ ഇന്നലെയും ഇന്നുമായിട്ട് മത്സ്യത്തൊഴിലാളികൾക്ക് ഏകദേശം ഒരു ആശ്വാസമായിട്ടുള്ളൊരു നിർദ്ദേശം അല്ലെങ്കിൽ വാർത്ത തന്നെയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. അടുത്തതായി പ്രത്യേക ജാഗ്രതാ നിർദ്ദേശമാണ്. തെക്കൻ തമിഴ്നാട് തീരം, കന്യാകുമാരി പ്രദേശം, തെക്കു പടിഞ്ഞാറൻ അറബിക്കടൽ, അതിനോട് ചേർന്ന മധ്യ പടിഞ്ഞാറൻ അറബിക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 65 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥ വകുപ്പ് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട മഴ മുന്നറിയിപ്പുകളും പ്രധാനപ്പെട്ട ജാഗ്രതാ നിർദ്ദേശങ്ങളും എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം മഴയുടെ ഒക്കെ ഒരു അവസ്ഥ അറിഞ്ഞൂലേ. ഇനി നമുക്ക് പതിവ് പോലെ മഴ കഴിഞ്ഞ ചൂട് നോക്കണം. ഏതൊക്കെ ജില്ലകളിലാണ് ഉയർന്ന താപനില നമുക്ക് നോക്കണ്ടേ. നിലവിൽ കോഴിക്കോട്, കണ്ണൂർ, കോട്ടയം, തിരുവനന്തപുരം ജില്ലകളിലാണ് ഉയർന്ന താപനില രേഖപ്പെടുത്തിയിട്ടുള്ളത്. കോഴിക്കോട് 35, കണ്ണൂർ, കോട്ടയം, തിരുവനന്തപുരം എന്നീ ജില്ലകളിൽ 33 ഡിഗ്രി സെൽഷ്യസുമാണ് താപനില. അടുത്തതായി പാലക്കാട്, എറണാകുളം ജില്ലകളിലാണ് രണ്ടാമതായി ഉയർന്ന താപനില രേഖപ്പെടുത്തിയിട്ടുള്ളത്. പാലക്കാട് 33ഉം എറണാകുളം 32 ഡിഗ്രി സെൽഷ്യസുമാണ് താപനില. അപ്പോൾ സംസ്ഥാനത്തെ ചൂടിൻ്റെ ഒരു അവസ്ഥയും മഴയുടെ ഒക്കെ ഒരു അവസ്ഥയും നമ്മളിപ്പോൾ അറിഞ്ഞൂലേ. അപ്പോൾ ഇന്ന് പ്രേക്ഷകർക്ക് നൽകാവുന്ന പ്രധാനപ്പെട്ട കാലാവസ്ഥ മുന്നറിയിപ്പുകൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇന്നൊരു നല്ലൊരു സൺഡേ ആയിട്ട് എല്ലാവരും പ്ലാനിങ്ങിലൊക്കെ കടക്കുക. എല്ലാവരും സുരക്ഷിതരായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നാളെ വീണ്ടും കാലാവസ്ഥ വിശേഷങ്ങളുമായി സ്കൈ വാച്ചിൽ കാണാം. ഓക്കെ അശ്വതി. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇങ്ങനെയാണ് ഇന്നത്തെ കാലാവസ്ഥയൊക്കെ. മഴയും ചൂടും ഒക്കെ ഉള്ളൊരു ദിവസമാണ് ഇന്ന്. അപ്പോൾ പലയിടത്തും ചെറിയ മഴയൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോൾ എല്ലായിടവും തെളിഞ്ഞ കാലാവസ്ഥ എന്നാണ് അശ്വതി പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്.